ഹായ്, മെല്ലസ് ശ്രാവൺ ഹിയർ. തിയറി എന്ന നമ്മുടെ ഇൻഫ്ലുവൻസിങ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ അഡ്വാൻസ് ലെവൽ വർക്ക്ഷോപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഈ വീഡിയോയിലേക്ക് എത്തിയ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. സോ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, എസ്പെഷ്യലി തിയറി എന്നുള്ള ഈ മാസ്റ്റർ ക്ലാസ് അല്ലെങ്കിൽ ഈ 2 ഡേ വർക്ക്ഷോപ്പ് എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വൺ ബൈ വൺ ആയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. കാരണം ഈ സ്കിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ പല സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാന്ന് തോന്നുന്ന ചില ഫാക്ടേഴ്സ് പിന്നീട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആകും. കാരണം അതുപോലെ തന്നെയാണ് ഈ കോഴ്സും. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോഴ്സാണോ തോന്നുന്ന നിമിഷത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് മിസ്സായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നത് ആക്ച്വലി ഒരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ ഒരു സിമ്പിൾ കാര്യത്തിലൂടെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ ഒരുപാട് ലൈഫിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കോട്ടുണ്ട്, മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. യെസ്, ഹ്യൂമൻ ഈസ് എ സോഷ്യൽ ആനിമൽ. ഈ ഒരു കാര്യം ഒരുപാട് കാലഘട്ടമായിട്ട് പല വേദികളിലും പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വായിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം നമ്മൾ ഏകദേശം ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സിവിലൈസേഷനിലൂടെ ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്തൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് നമ്മൾ മാറുന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു സൈക്കോളജിക്കലി ഒരുപാട് അഫർമേഷൻസ് ആവശ്യമുണ്ട്. സോ ബേസിക്കലി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റെസ്പെക്റ്റ്, ലവ് ആൻഡ് അക്നോളജ്മെൻറ്റ്. നമ്മളെ ആളുകൾ ബഹുമാനിക്കുക, നമ്മളെ ആളുകൾ സ്നേഹിക്കുക, നമ്മളെ ആളുകൾ അംഗീകരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ അത് നേടിയെടുക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തേതും പ്രധാനമായതുമായൊരു കാര്യമുണ്ട്, ട്രസ്റ്റ്, വിശ്വാസം. മറ്റൊരു വ്യക്തിയുടെ വിശ്വാസം, ട്രസ്റ്റ്, അത് നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു മൊമെൻ്റ് തൊട്ടാണ് അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അവർ നമ്മളെ സ്നേഹിക്കുന്നത്, അവർ നമ്മളെ അക്നോളജ് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം, ആ ട്രസ്റ്റ് എന്ന $multi-billion ഫാക്ടർ എങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് തിയറി എന്ന മാസ്റ്റർ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഈ ട്രസ്റ്റ് എന്നുള്ള കാര്യം നേടിയെടുക്കാൻ, മറ്റൊരാൾ നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? ഒരു വർഷം? ആക്ച്വലി അത്രയും വേണ്ട. ഒരു മാസം? നോ. ഒരാഴ്ച? അത്രയും വേണ്ട. ഒരു ദിവസമാണോ? നോട്ട് അറ്റ് ഓൾ. ഇനി നിങ്ങൾക്ക് ഒരു മിനിറ്റ് മതി ഒരു വ്യക്തിയുടെ ട്രസ്റ്റ് നേടിയെടുക്കാൻ. സോ അത് എങ്ങനെ നേടിയെടുക്കാമെന്നാണ് തിയറി ദ മാസ്റ്റർ ക്ലാസ് ഓഫ് ഇൻഫ്ലുവൻസിങ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ നമുക്ക് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വൈകാതെ തന്നെ കിടക്കാം. ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് തിയറി, എന്തുകൊണ്ട് തിയറി, ആർക്ക് വേണ്ടിയാണ് തിയറി. തിയറി എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ, എന്താണ് തിയറി എന്ന് സംസാരിക്കുമ്പോൾ അതിനകത്ത് മറ്റൊരു വിഷയത്തെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. നിങ്ങൾ നമ്മുടെ ആഡിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും കേട്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, കരിസ്മ. ഈ കരിസ്മയുടെ ചരിത്രം മനസ്സിലാക്കേണ്ടത് ഈ തിയറിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ നിങ്ങളെ സഹായിക്കും. സോ ആ ചരിത്രത്തെക്കുറിച്ച് വളരെ ചുരുക്കി ഞാൻ ഒരു കാര്യം പറയാം. സോ അതിൽ നിന്നും തിയറി എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും ഞാൻ പറയാം. കരിസ്മ എന്നത് ഒരു ഗ്രീക്ക് വാക്കിൽ നിന്ന് ഏകദേശം ഒരു 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത ഒരു കോൺസെപ്റ്റാണ്. കരിസ്മ എന്നത് ആദ്യമായിട്ട് ഒരു ലിറ്ററേച്ചറിനകത്ത് കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് അതിനെ മുമ്പ് പറഞ്ഞിരുന്നത് ഫേവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കാരുണ്യം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു കോൺസെപ്റ്റായിരുന്നു കരിസ്മ എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് നേടി എന്ന് ഒരു ലിറ്ററേച്ചർ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് മാർക്ക് ചെയ്യപ്പെടുന്നത് ജീസസ് ക്രൈസ്റ്റിന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ദൈവകാരുണ്യം അല്ലെങ്കിൽ ദൈവ ചൈതന്യമുള്ള ഒരുപാട് പേരെ കരിസ്മാറ്റിക് പീപ്പിൾ എന്ന് ചരിത്രം പലയിടങ്ങളിൽ വിലയിരുത്തി കൊണ്ടുവന്നു. ആൻഡ് പിന്നീട് അവിടെ ഒരുപാട് കാലം കടന്ന്, ഒരുപാട് നൂറ്റാണ്ടുകൾ കടന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം, സൂര്യൻ അസ്തമിക്കാത്ത നാടെന്ന ഖ്യാതിയോടുകൂടി ബ്രിട്ടീഷ് ഒരുപാട് സാമ്രാജ്യം പിടിച്ചടക്കിയ സമയത്ത് നിന്ന് അതിൽ നിന്നെല്ലാം പൊട്ടിച്ചിതറി സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് രാജ്യ നേതാക്കന്മാരും മുന്നിട്ടിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലം. ആ കാലത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ടായിരുന്നു. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ ഡിഫൈൻ ചെയ്ത വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോഷ്യോളജിസ്റ്റ് എവർ ലിവ്ഡ് ഇൻ ദ ഹിസ്റ്ററി, മാക്സ് വെബർ. 1915 മുതൽ 1922 വരെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആർട്ടിക്കിൾസിൽ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തൊരു കോൺസെപ്റ്റാണ് ലെജിറ്റിമേറ്റ് അതോറിറ്റി. അതായത് വളരെ ശക്തമായ ഒരു ആധിപത്യം മറ്റുള്ള ആളുകളിൽ എങ്ങനെ ചെലുത്താം എന്നതിനെക്കുറിച്ചായിരുന്നു ആ ഒരു ആർട്ടിക്കിളെല്ലാം സംസാരിച്ചത്. വളരെ കൊളാപ്സ്ഡ് ആയ, വളരെ കൺഫ്യൂസിങ് ആയ, വളരെ ജംബിൾഡ് ആയ ആ ഒരു ആർട്ടിക്കിൾ പാറ്റേൺ ആദ്യകാലങ്ങളിൽ ഒരുപാട് പേര് മനസ്സിലാക്കാതിരുന്നു. അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി അതിനെ നിരീക്ഷിക്കുന്നവർ മാത്രം ആണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ആൻഡ് ഈ ഒരു ആർട്ടിക്കിൾസിൽ അദ്ദേഹം 3 ടൈപ്പ് ഓഫ് ലെജിറ്റിമേറ്റ് അതോറിറ്റീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 1 ട്രഡീഷണൽ അതോറിറ്റി, 2 റേഷണൽ ലീഗൽ അതോറിറ്റി, ആൻഡ് 3 കരിസ്മാറ്റിക് അതോറിറ്റി.
സോ ഇതിൽ ട്രഡീഷണൽ അതോറിറ്റി എന്നാണ് രാജ്യഭരണം, അതായത് തലമുറകളായി കിട്ടി വരുന്ന ഒരു അതോറിറ്റി, മനുഷ്യന്മാർ, ഒരു രാജാക്കന്മാർ അവരുടെ അടുത്ത മക്കളിലേക്ക്, അത് കിങ് ആൻഡ് ദ പ്രിൻസ്, ആ ഒരു കോൺസെപ്റ്റിൽ രാജ്യാവകാശവും അതിനു മുകളിൽ അവിടെ ജീവിക്കുന്ന ആളുകളുടെയും അതോറിറ്റിയും കൈമാറുന്ന ആ ട്രഡീഷണൽ അതോറിറ്റി. അതിനുശേഷം ഒരു റേഷണൽ ലീഗൽ അതോറിറ്റി, അതായത് ഒരു സോഷ്യൽ സ്ട്രക്ചർ, ഒരു ഗവൺമെൻറ് സ്ട്രക്ചർ വന്നപ്പോൾ ആ ഗവൺമെൻറ് ഹയറാർക്കി, മിനിസ്റ്റേഴ്സ്, ബ്യൂറോക്രാറ്റ്സ്, അവർക്ക് ഒരു ഒഫീഷ്യൽ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അതോറിറ്റി, പോലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ആയിട്ടുള്ള ഏതൊരു ബ്യൂറോക്രാറ്റോ ഒരു മിനിസ്റ്ററോ ഒരു റൂളറോ ആയിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന ഒരു അതോറിറ്റിയാണ് റേഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് കരിസ്മാറ്റിക് അതോറിറ്റി. ഒരു വ്യക്തി അവരുടെ പെരുമാറ്റം കൊണ്ടും അവരുടെ സംസാര ശൈലി കൊണ്ടും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓറ, നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നില്ല അതിനകത്ത്. സോ ആ ഒരു ഓറ കൊണ്ടും ജനങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് നേടിയെടുക്കുന്ന ഒരു അതോറിറ്റി. ഇന്ന് ലോകം വാഴ്ത്തപ്പെടുന്ന ഏതൊരു നേതാക്കന്മാരും ഈ ഒരു അതോറിറ്റിയാണ് കയ്യിലെടുത്തിട്ടുള്ളത്. നമ്മുടെ ഗാന്ധിജി മുതൽ ലോകം കണ്ട ഏറ്റവും വലിയ സൂപ്പർ പവർഫുൾ ലീഡേഴ്സ് എല്ലാം നേടിയെടുത്തത് ഈ കരിസ്മാറ്റിക് അതോറിറ്റി തന്നെയാണ്. ഈ കരിസ്മാറ്റിക് അതോറിറ്റി പിന്നീട് വന്ന ഒരുപാട് സ്ട്രക്ചറുകളിൽ, പിന്നീട് വന്ന ഒരുപാട് സോഷ്യോളജി ആൻഡ് സൈക്കോളജി എക്സ്പേർട്സ് പല രീതികൾ ഇൻ്റർപ്രറ്റ് ചെയ്തും അതിനുശേഷം അതിന് വേണ്ടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ പിന്നീട് പലയിടങ്ങളിലും അത് ഡിസ്കസ് ചെയ്യും, ഒരു പ്രൊഫഷണൽ സൈക്കോളജി സ്റ്റഡിയായി തന്നെ മാറുകയും ചെയ്തു. അവിടെ നിന്ന് അവർ കരിസ്മയ്ക്ക് ഒരു 3 പില്ലർ ഫ്രെയിം വർക്ക് രൂപപ്പെടുത്തി: പ്രസൻസ്, പവർ ആൻഡ് വാംത്ത്. ഇന്ന് നിങ്ങൾ ഒരു കോർപ്പറേറ്റ് ലൈഫ് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ട്രെയിനിങ്, ഒരു ടീം എൻവയോൺമെൻറ്റ്, ഒരു കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് ട്രെയിനിങ് ഇന്ന് ഒരു കോർപ്പറേറ്റ് ജോലിക്കകത്ത് പോകുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങളുടെ ടെക്നിക്കൽ ട്രെയിനിങ് അല്ല, നിങ്ങളുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് അല്ല, നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ്. ഇന്ന് പല കോളേജുകളിലും സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ആ ക്ലാസ്സുകൾ പലതും ഞാനും എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം 5 വർഷമായി കേരളത്തിന് പുറത്തും ഏകദേശം 450-ലധികം കോളേജുകളിലും കോർപ്പറേറ്റ് ഓഫീസുകളിലും അവർക്ക് വേണ്ട സോഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അത് മാത്രമല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിലെ നാഷണൽ സർവീസ് സ്കീമിൽ ഏകദേശം കഴിഞ്ഞ 4 വർഷത്തോളമായി ട്രെയിനറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുമുണ്ട്. സോ മെന്റലിസ്റ്റ് എന്നതിനപ്പുറമുള്ള എൻ്റെ ഒരു കരിയർ പാത്താണ് ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചത്. ഇനി എന്താണ് തിയറി എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഏകദേശം 5 വർഷം മുമ്പാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് എന്നൊരു മേഖലയിലേക്ക് ഞാൻ കടക്കുന്നത്. അതായത് എൻ്റെ കോളേജ് പഠന കാലഘട്ടത്തിൽ ഏകദേശം 2019-2020 സമയത്ത് ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു വോളണ്ടിയറായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ ഉണ്ടായിരിക്കും. അതായത് നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് ഉണ്ടായിരിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു 3 പേഴ്സണാലിറ്റീസ് ഉണ്ട്: സുൽഫിക്കർ അലി PK, അജീഷ് രാജൻ ആൻഡ് ബ്രഹ്മനായക മഹാദേവൻ സർ. ഈ 3 പേര് NSSൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇവരുടെ ക്ലാസ്സുകൾ നിങ്ങൾ NSSൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധ്യതയുണ്ട്. ഇന്ന് പ്രൊമിനൻ്റ്ലി കേരളം ഒട്ടാകെ NSSന് വേണ്ടി ഒരുപാട് ക്ലാസ്സുകളും അതിലുപരി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ ഒരുപാട് എടുക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാവരും തന്നെ. സോ ഇവരുടെ ട്രെയിനിങ്ങിന് കീഴിൽ വെറും ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഇവരുടെ ശിക്ഷണത്തിന് കീഴിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനർ എന്നും NSSൻ്റെ പല പരിപാടികളിൽ ട്രെയിനറായിട്ടും പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അന്നെല്ലാം തന്നെ ഞാൻ മെൻ്റലിസം എന്നൊരു ഫീൽഡിലേക്ക് കടന്നു വരികയും സൈക്കോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സോ കോവിഡിന് ശേഷം ഞാൻ ഒരുപാട് കോളേജുകൾ, ഏകദേശം 450-ലധികം കോളേജുകളിൽ ഞാൻ ഷോയുടെ ഭാഗമായിട്ടും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും പോകുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ബിഹേവിയർ പാറ്റേൺസ്, നമ്മൾ ട്രെയിനിങ്ങിലെല്ലാം ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട്, കുറച്ചും കൂടി ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഒരു മെൻ്റലിസത്തിനെ എങ്ങനെ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കരിസ്മ ഫ്രെയിം വർക്ക് പഠിക്കാൻ ആഗ്രഹിച്ച് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞാൻ അതിനെക്കുറിച്ചുള്ള റിസർച്ചും കാര്യങ്ങളായിട്ട് പോകുന്നത്. സോ ഈ കരിസ്മ ഫ്രെയിം വർക്ക് ഞാൻ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ഇതിൻ്റെ മാക്സ് വെബറിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഈ 3 പില്ലർ ഫ്രെയിം വർക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എവിടെയോ ഈ 3 പില്ലർ ഫ്രെയിം വർക്കിനെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള പല ലീഡേഴ്സും പൊളിറ്റീഷ്യൻസും സെലിബ്രിറ്റീസും ബിസിനസ്മാൻ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഈ കരിസ്മാറ്റിക് ഫ്രെയിം വർക്ക് പല സ്ഥലങ്ങളിലും ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ ആളുകളെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനത് പഠിക്കുന്ന സമയത്ത് അത് എന്നെ സഹായിക്കുന്നില്ല എന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. സോ എന്താണ് ആക്ച്വൽ കരിസ്മാറ്റിക് ഫ്രെയിം വർക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ഇൻ ഡെപ്ത് ആയിട്ട് ഹിസ്റ്ററീനെ മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്താണ് മാക്സ് വെബറിൻ്റെ ഈ ആർട്ടിക്കിൾ, ഈ ജംബിൾഡായി കിടക്കുന്ന ആർട്ടിക്കിളിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അത് ആർട്ടിക്കിൾ പല കാര്യങ്ങളും ഇന്ന് കോമൺ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഓപ്പൺ ഇൻ്റർനെറ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാൻ ശ്രമിച്ചു. അതായത് നമ്മുടെ ഓപ്പൺ ഇൻ്റർനെറ്റിൽ നിന്നും ഡാർക്ക് വെബ് പോലുള്ള ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന ഇത്തരം ഈ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലം എന്നാണ്. പക്ഷേ വളരെ സെക്യൂർഡ് ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷനെ കുറിച്ചും നമുക്ക് നേടാൻ
ഒരു അറിവ് നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡാർക്ക് വെബ്. അങ്ങനെയാണ് ഞാൻ ഡാർക്ക് വെബിലേക്ക് കയറുന്നതും ഈ ആർട്ടിക്കിൾസിനെ കുറിച്ച് ഒരുപാട് ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സിൽ അവൈലബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതും. അവിടെ നിന്ന് ഞാൻ എൻ്റെ റിസർച്ച് തുടങ്ങുകയായിരുന്നു. മെൻ്റലിസം, ഹിപ്നോട്ടിസം, സൈക്കോളജി എന്നിവയുടെ എനിക്ക് ഒരു എക്സ്റ്റീരിയർ സപ്പോർട്ടിൽ നിന്ന് കിട്ടിയ എല്ലാ അറിവുകളും ഞാൻ ഇതിനകത്തോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ നിന്നാണ് കരിസ്മാറ്റിക് ഫ്രെയിം വർക്കിന് ഈ പ്രസൻസ്, പവർ, വാംത് എന്നീ 3 പില്ലർ ഫ്രെയിം വർക്കുകളല്ലാതെ എക്സ്ട്രാ 2 ഫ്രെയിം വർക്കിനെ കുറിച്ച് ഞാൻ കണ്ടെത്തുന്നത്. ഓറ ആൻഡ് ലെഗസി. ഈ 2 ഫ്രെയിം വർക്കുകൾ മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് ഈ ഓറ ഫ്രെയിം വർക്കിൽ നിന്ന് മാറിപ്പോയതാണോ എന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഒരു നോർമൽ കരിസ്മാറ്റിക് ട്രെയിനിങ് എടുക്കുന്ന ഇന്ന് നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഹയർ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും, എസ്പെഷ്യലി പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ട്രെയിനിങ്ങുകൾ എടുത്തിട്ടുണ്ട്. സോ അവർക്ക് പലർക്കും ഒരു ഡിഫറൻസിയേഷൻ വരുന്നതിൻ്റെ കാരണമാണ് ഈ 2 പില്ലർ ഫ്രെയിംവർക്ക് അവർക്ക് മിസ്സാകുന്നു എന്നുള്ളത്. സോ അതിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു എൻ്റേതായൊരു ട്രെയിനിങ് പാറ്റേൺ എന്നെ സെൽഫ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണ് കരിസ്മയുടെ 5 പില്ലർ ഫ്രെയിംവർക്ക് ഞാൻ രൂപകൽപ്പന ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ഞാനത് പല വേദികളിലും എൻ്റെ ഷോസിലും മറ്റും പല ഇടങ്ങളിലും ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു മെൻ്റലിസത്തിൻ്റെ അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിൻ്റെ ട്രിക്കുകൾക്കും മറ്റും അപ്പുറത്ത് ഒരുപാട് ഇൻ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ വളരെ എളുപ്പത്തിൽ റീഡ് ചെയ്യാനും എനിക്ക് സാധിച്ചു. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അവിടെ നിന്നാണ് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ഒരാളുടെ ട്രസ്റ്റിനെ നേടിയെടുക്കാം എന്നുള്ള ആ ഒരു സിഗ്നിഫിക്കൻറ്റ് മാനിപ്പുലേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ് ടെക്നിക്കിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത്. സോ എങ്ങനെ തിയറി ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ഏകദേശം 2 വർഷം മുമ്പാണ് നമ്മൾ മെൻ്റലിസം കോഴ്സുകൾ റിലീസ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ മെൻ്റലിസം കോഴ്സ് റിലീസ് ചെയ്യാൻ തുടങ്ങിയത്. സോ കോഴ്സിൽ എത്തുന്ന ഒരുപാട് പേര് നമ്മൾ ആഗ്രഹിച്ചത് മെൻ്റലിസം എന്ന ആർട്ട് ഫോം പഠിക്കാനും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പെർഫോമർ എന്ന രീതിയിൽ മാറാനുമുള്ള ആഗ്രഹം ആളുകൾക്കുണ്ടാകും. സോ അത്തരം ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് എത്തുന്ന ഒരുപാട് പേർക്ക് ആവശ്യം ഒരു മെൻ്റലിസം എന്ന ആർട്ട് ഫോമിനെയല്ല, അവരുടെ ലൈഫിലെ പ്രൊഫഷണലി പേഴ്സണലി ഒരുപാട് കാര്യങ്ങളെ മാറ്റിമറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഈ സോഷ്യൽ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ബിസിനസ്മാൻ അവരുടെ സെയിൽസ് ക്രാക്ക് ചെയ്യണം, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നേടണം, ഇപ്പോൾ പലർക്കും ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം. അപ്പം മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞാൽ ഇതെല്ലാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാമല്ലോ. സോ ഈ ഒരു തോട്ടാണ് അവർ സോഷ്യൽ ലൈഫിൽ മറ്റൊരാളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ആ കാര്യങ്ങൾ തരണം ചെയ്യാമല്ലോ എന്നൊരു ഐഡിയ ആണ്. ഈ ഒരു ആർട്ട് ഫോം എന്ന ഐഡിയനേക്കാളും ആ ഒരു ഐഡിയയിലാണ് കൂടുതൽ പേര് നമ്മുടെ അടുത്ത് മെൻ്റലിസം പഠിക്കാനെന്ന ആഗ്രഹത്തോടുകൂടി വന്നത്. സോ അത്തരം ആളുകളുടെ മെസ്സേജുകൾ 1-2 നമ്മൾ ആദ്യം ഇഗ്നോർ ചെയ്തു. പിന്നെ അത് 10, 20 പിന്നെ 500, 100, 1000 മെസ്സേജുകൾ അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട്. സോ അത്തരം മെസ്സേജുകൾ അത്തരം ആളുകൾക്ക് ഒരു സേഫ്റ്റി സ്പോട്ടിലൂടെ എങ്ങനെ മെൻ്റലിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിൻ്റെ ആർട്ടിസ്റ്റിക് ഒരു എക്സ്പെർട്ടീസ് മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഡെയിലി ലൈഫിൽ അവരുടെ പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫിൻ്റെ അപ്ബ്രിങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ മാറ്റിമറിക്കാം അല്ലെങ്കിൽ ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നൊരു ചിന്തയിൽ നിന്നാണ് തിയറി എന്നൊരു മാസ്റ്റർ ക്ലാസ് നമ്മൾ രൂപപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് തിയറി? ഈ തിയറി എന്ന മാസ്റ്റർ ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചിന്തയായിരുന്നു ഇതിനെ മോസ്റ്റ് പ്രാക്ടിക്കൽ വേയിൽ, ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ, അതായത് ഒട്ടും സമയം ചെലവഴിക്കാതെ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മെത്തേഡിലും ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നിക്സും പഠിക്കുന്ന രീതിയിൽ ഈ കോഴ്സിനെ ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഏകദേശം 1.5 വർഷത്തോളം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇതിനകത്തുണ്ടായിരുന്ന ഒരുപാട് റിസർച്ച് ഫാക്കൽറ്റീസ്, നമ്മൾ ഈ സൈക്കോളജി സോഷ്യോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്സ്പേർട്സിനെ നമ്മൾ മീറ്റ് ചെയ്യുകയും അവരിൽ നിന്നും ഒരു കോഴ്സ് ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഏകദേശം 5 ലെവലുകളിൽ വരുന്ന ഈ 5 ഫ്രെയിം പില്ലർ വർക്ക്സാണ് നമ്മൾ 5 ലെവലായിട്ട് മാറ്റിയിരിക്കുന്നത്. സോ പ്രസൻസ്, പവർ, വാംത്, ഓറ ആൻഡ് ലെഗസി, ഈ 5 പില്ലേഴ്സിനെ ഒരു 5 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സ് ഓഫ്ലൈനായിട്ട് വെക്കാൻ കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ മെൻ്റലിസം ഓൺലൈൻ ക്ലാസ്സിൽ ചുമ്മാ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന പോലെ ഇത് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു അറ്റ്ലീസ്റ്റ് 1-2 പേരുമായിട്ടുള്ള ഇൻട്രാക്ടിങ് സ്പേസിലായിരിക്കണം ഇത് പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചാലേ നമുക്കത് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് എന്ന രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റിയത്. അതുകൊണ്ടാണ് 2 ഡേയ്സ് വർക്ക്ഷോപ്പായിട്ട് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തിന് പുറത്തും ഉടനീളം നമ്മൾ ഈ അടുത്തൊരു 3-4 വർഷത്തേക്ക് നമ്മൾ ഈ കോഴ്സ്, ഈ വർക്ക്ഷോപ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്കും ഇത് കൊണ്ടുപോകാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഈ വർക്ക്ഷോപ്പിൽ വരുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ തിയറി എന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് നാം പറയാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രി സർട്ടിഫൈഡ് ഒരു കോഴ്സായിട്ടാണ് ഇത് നടക്കുന്നത്. സോ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നവർക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ലിങ്ക്ഡിൻ ഓർ എനി അതർ പ്രൊഫഷണൽ ഡൊമൈൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് സർട്ടിഫൈഡ്
ഒരു സർട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ഇൻ സോഫ്റ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് ISO സർട്ടിഫിക്കേഷൻ. സോ നിങ്ങൾക്കൊരു ലെജിറ്റിമേറ്റ് ഓത്തറൈസേഷൻ ഓഫ് സർട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഇത് ഉപയോഗിക്കാം. അതുമാത്രമല്ല, നമുക്ക് ഏകദേശം 1.5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി മെൻറ്റർഷിപ്പും ഏകദേശം 120 ദിവസം നിൽക്കുന്ന പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ 2 ദിവസം വന്നുകൊണ്ട് പഠിക്കുന്ന കാര്യമല്ല, 2 ദിവസം വന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ഒരു 120 ദിവസത്തോളം എക്സ്ക്ലൂസീവ് ട്രെയിനിങ് തന്ന് ഏകദേശം 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടെ നിങ്ങളെ ട്രെയിൻ ചെയ്ത് വിത്തിൻ 1 ഇയർ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച സക്സസ് എന്താണോ, ഒരു സോഷ്യൽ ലൈഫിൽ പ്രൊഫഷണലി പേഴ്സണലി നിങ്ങൾ ആഗ്രഹിച്ച സക്സസ് എന്താണോ അതിനൊരു 10 മടങ്ങ് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സ് ആർക്കൊക്കെ വേണ്ടിയാണ്? ഇത് വളരെ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന 2 തരം ആളുകളുണ്ട്. ഒന്ന്, നമ്മൾ ജീവിച്ചിരുന്നു എന്നൊരു ഇമ്പാക്റ്റ് ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്യണം, സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ, ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നവർ, ഈ ഭൂമിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു മുഖമുദ്ര പതിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി. രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്, അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചുപോയി, സോ അത് ജീവിച്ചു തീർക്കാം എന്ന് സില്ലി ആയിട്ട് ഈ ലൈഫിനെ കാണുന്ന രണ്ടാമത്തെ കാറ്റഗറി. നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ സത്യമായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ഒരു രീതിയിലും ഉപകാരപ്പെടില്ല. സോ അത്തരമുള്ള ആളുകൾക്ക് വേണ്ടിയല്ല ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്വപ്നം കാണാൻ, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, ഈ ഭൂമിയിൽ അവരുടേതായ മുഖമുദ്ര പതിപ്പിക്കാൻ, തൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത് പേഴ്സണൽ ലൈഫിലാകാം പ്രൊഫഷണൽ ലൈഫിലാകാം, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കണം ഈ കോഴ്സിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളത്. ഒരു പക്ഷേ ഒരു കാറ്റഗറി ഓഫ് ആളുകൾക്ക് ഈ ഒരു ഫീസ് വളരെ എക്സ്പെൻസീവ് ആയിട്ട് തോന്നാം. ബട്ട് ഇൻ റിയാലിറ്റി ഈ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ വിത്ത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മോസ്റ്റ് പ്രീമിയം ലെവൽ, അഡ്വാൻസ് ലെവൽ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, അത്തരം ഒരു കോഴ്സ് ഇന്ന് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ അല്ല. കാരണം ഞാനിത് പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലായിട്ടുള്ള ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ പുറകെ നടന്ന് ഒരുപാട് എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിച്ചത്. ഏകദേശം ഇന്നൊരു ഓത്തറൈസ്ഡ് കോഴ്സ് കരിസ്മാറ്റിക് ഫ്രെയിംവർക്ക് ഇൻക്ലൂഡിങ് ഓൾ ദീസ് 5 ഫ്രെയിംവർക്സിൻ്റെ ബേസിക് എങ്കിലും മനസ്സിലാക്കുന്ന കോഴ്സുകൾക്ക് നിങ്ങൾ ചിലവാക്കേണ്ടി വരുന്നത്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 4 ലക്ഷം വരെ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരും. നിങ്ങൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിസർച്ചും റിപ്പോർട്ട്സും ബില്ലും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ സൈഡിൽ പ്ലേസ് ചെയ്യാം. സോ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം, ഏകദേശം ഇന്നൊരു ഓത്തറൈസ്ഡ് ട്രെയിനിങ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപയാണ് നിങ്ങൾ ചിലവാക്കേണ്ടത്. സോ അതിനെ നമ്മുടെ ഒരു 2 ഡേ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ ക്യൂറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോഴ്സിന് വെക്കുന്ന ഫീസ് എന്ന് പറയുന്നത് 15,000 റുപ്പീസാണ് ഈ 2 ഡേയ്സ് വർക്ക്ഷോപ്പിന് വേണ്ടി. ഇതിനകത്ത് നിങ്ങളുടെ 2 ഡേയ്സിൽ അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ്, ഗൈഡ്സ്, അതുപോലെ തന്നെ അതിനുവേണ്ട കമ്മ്യൂണിറ്റി ആക്സസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇൻക്ലൂഡിങ് നിങ്ങൾ അന്നത്തെ ഫുഡും മറ്റ് കാര്യങ്ങളും എക്സ്പെൻസും, ആ ഒരു വെന്യൂ എക്സ്പെൻസും എല്ലാം ചേർത്താണ് ഈ ഒരു ഫീസ് വരുന്നത്. സോ 15,000 ആയിരിക്കും ഈ 2 ഡേയ്സ് വരുന്ന വർക്ക്ഷോപ്പിൻ്റെ കംപ്ലീറ്റ് ഫീസ് വരുന്നത്. സോ ഈ കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഇത്രയും കാശ് കൊടുത്തത് നേടുന്ന അല്ലെങ്കിൽ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയമാണ്, ഇത്ര എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനും ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്താൽ മതി. നിങ്ങളുടെ ലൈഫിൽ ഒരു വർഷം നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയുന്ന, അനാവശ്യമായ ചിലവുകളിലൂടെ കളയുന്ന ഒരു എമൗണ്ട് എത്രയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ജനറൽ റിസർച്ച് സർവേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു നോർമൽ മിഡിൽ ക്ലാസ് മാൻ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഏതൊരു വ്യക്തിയും, അറ്റ്ലീസ്റ്റ് ഒരു കോളേജ് പഠനമെങ്കിലും എത്തിയൊരു സ്റ്റുഡൻറ്റ് മിനിമം 25,000 രൂപ അൺനെസസറി എക്സ്പെൻസിലേക്ക് മാറ്റിവെക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിൽ കൂടുതലാവാൻ മാത്രമാണ് സാധ്യതകളുള്ളത്. സോ അത്തരം ഒരു അൺവാണ്ടഡ് എക്സ്പെൻസ് നിങ്ങൾ നടത്തുമ്പോൾ ആ അൺവാണ്ടഡ് എക്സ്പെൻസിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, കാരണം ആ അൺവാണ്ടഡ് എക്സ്പെൻസ് പല സമയങ്ങളിൽ നമുക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, ബട്ട് അതിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒരു വർഷം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിന് 100% ഗ്യാരണ്ടി, ഒരു 200% ഗ്യാരണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സോ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിൻ്റെ സിലബസ്, മറ്റെല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലിങ്കിലോ നിങ്ങൾക്ക് കയറി നോക്കി എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാവുന്നതാണ്. ആൻഡ് ഇത് ആർക്കൊക്കെ വേണ്ടിയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഹിൻറ്റ് പറഞ്ഞിരുന്നെങ്കിലും ഇത് ഏതൊക്കെ പൊസിഷനിലാണ് നിങ്ങൾക്ക് യൂസ് ആകുക എന്ന് മനസ്സിലായാലേ ആർക്കൊക്കെ ഇതിനകത്ത് വരണമെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ ഫസ്റ്റ് കാറ്റഗറി സ്റ്റുഡൻസ് ആയിരിക്കുന്നവർക്ക് അവരുടെ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങൾ, ഒരു 15 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ കോഴ്സ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത്. സോ അത്തരം ഒരു കാറ്റഗറി ഓഫ് ആളുകളാണ് നിങ്ങളെങ്കിൽ, ഒരു +1 +2 അല്ലെങ്കിൽ കോളേജ് പഠനം നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിലും മറ്റ് കാര്യങ്ങളിലും
നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ടാലൻ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവസരങ്ങൾ നേടിയെടുക്കാൻ, ഈവൻ നിങ്ങളുടെ ഇൻ്റർവ്യൂ, ഇപ്പോൾ ഒരു കോളേജ് പഠനങ്ങൾ കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് കമ്പനിയുടെ ഒരു ടോപ്പ് പൊസിഷൻ അല്ലെങ്കിൽ ഹയറിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക. അവർ 2 കാര്യങ്ങളാണ് മെയിൻലി ഒരു ഹയറിംഗ് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ചിന്തിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ്, ആ ജോലിക്ക് വേണ്ട സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടോ, അത് വെറും 30% മാത്രമാണ്. ആൻഡ് 70% അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ്, അത് എങ്ങനെ നിങ്ങൾക്കൊരു ഏകദേശം ഒരു 5 മിനിറ്റാണ് ഒരു നോർമൽ ഇൻ്റർവ്യൂ പ്രൊസീജിയർ. ഇൻ എക്സ്റ്റെൻഡഡ് പോയിന്റ് ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂക്ക് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒക്കെയാണ് ഒരു എക്സ്റ്റെൻഡഡ് ടൈം എന്ന് പറയുന്നത്. സോ അതിനകത്ത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ സ്കില്ലിനും മറ്റു കാര്യങ്ങളും ട്രസ്റ്റ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പാനലിനോട് സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ജോലി ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ സ്കില്ല് ഞാൻ എങ്ങനെ യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ എക്സാം സ്കോർസ് വളരെ കുറവായിരുന്നു. ജസ്റ്റ് ഒരു എബവ് ആവറേജ്. ഇപ്പോൾ നമുക്ക് 6.5 എന്നൊക്കെയാണ് നമുക്കൊരു റേറ്റിംഗിൽ. എൻ്റെ സ്കോർ 6.75 ആയിരുന്നു, ജസ്റ്റ് എബവ് ദ ക്വാളിഫിക്കേഷൻ മാർക്ക്. സോ അതുകൊണ്ട് തന്നെ പല പോയിന്റുകളിലും എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ബട്ട് ഇൻ്റർവ്യൂ ബോർഡിൽ കയറുമ്പോൾ, ഈവൻ ആ സമയത്ത് എനിക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർക്ക് മോസ്റ്റ്ലി ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കാൻ പറ്റില്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എൻ്റെ ടീച്ചേഴ്സിന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ട്രസ്റ്റ് കൊണ്ട് അവരെന്നെ ഇൻ്റർവ്യൂവിലേക്ക് സെൻഡ് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഏകദേശം 13ഓളം ജോബ്സ് ക്രാക്ക് ചെയ്തു വിത്ത് ജസ്റ്റ് ദീസ് സോഷ്യൽ സ്കിൽസ്. ഈ കരിസ്മാറ്റിക് സ്കിൽസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട്, എൻ്റെ ടെക്നിക്കൽ സ്കിൽസിനെ അപ്ബ്രിങ് ചെയ്തുകൊണ്ട് ഞാൻ 13ഓളം ഇൻ്റർവ്യൂകളാണ് ക്രാക്ക് ചെയ്തത്. സോ സ്റ്റുഡൻറ്റ് എന്ന പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ ടാലൻറ്റിനെയും സ്കില്ലിനെയും ഷോക്കേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വേണം. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരാൻ അവർക്ക് നിങ്ങളുടെ മുകളിൽ ട്രസ്റ്റ് ഉണ്ടാകണം. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്കിത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലുള്ളവർക്ക് അവരുടെ പ്രൊഡക്ട്സിനെ മറ്റൊരു ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. സോ അത് നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യം അങ്ങനത്തെ കാര്യങ്ങളല്ല, പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഐഡിയോളജി വിത്ത് ഇമോഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ അവിടെ നിന്ന് ഫെയിലായി പോകും. സോ അത് മാത്രമല്ല, ഒരു കോർപ്പറേറ്റ് ലൈഫിൽ, ഒരു ഒഫീഷ്യൽ ലൈഫിൽ അവരുടെ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യുമ്പോൾ ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനും വിത്ത് സെക്കൻഡ്സ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ പോസിറ്റിവിറ്റിയായിട്ട് മാറ്റാനുള്ള കാര്യങ്ങൾ, ആ സ്കില്ലുകളാണ് ഈ കോഴ്സ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ സെയിൽസ് ക്ലോസ് ചെയ്യാനും മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ബിസിനസ് മാൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയാസും മറ്റു കാര്യങ്ങളും, ഈവൻ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഐഡിയാസിന് എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനൊക്കെ ഒരു പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും, ഈവൻ ഞാൻ പല സ്റ്റാർട്ടപ്സിനും വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടപ്സിന് കൺസൾട്ടേഷൻസും കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അവർ ലാക്ക് ചെയ്യുന്ന സംഭവം ഇത് പ്രോപ്പറായിട്ട് വിത്ത് ട്രസ്റ്റ് അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. സോ അത്തരം കാര്യങ്ങളെ ക്ലാരിഫൈ ചെയ്യാൻ കൂടിയാണ് ഈ കോഴ്സ് നമ്മൾ നടത്തുന്നത്. അതുമാത്രമല്ല, ഇതിൽ ഞാൻ ആഡിലോ മറ്റോ ഇതുവരെ പറയാത്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു പാരൻറ്റിങ് ലൈഫിലേക്ക് കയറിയവരോടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് എന്ന്. ഈ പാരൻറ്റിങ്ങിലുള്ളവർക്ക് ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ മക്കളെക്കുറിച്ച്. സോ ഒരു ബെസ്റ്റ് പാരൻറ്റിങ് എങ്ങനെ നടത്താം, അവരുടെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എല്ലാവർക്കും, എല്ലാ പാരൻസിനും അവരുടെ മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് അവർ ആ ഒരു പാറ്റേണിൽ നിന്ന് മാറിപ്പോകുന്നത്, അവരെ ആ സമയം നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് പാരൻറ്റിങ് നടത്താൻ കൂടി ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അറ്റൈൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഒരു സോഷ്യൽ ബീയിങ് എന്ന രീതിയിൽ ഒരു മനുഷ്യനായിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മുകളിൽ ഒരു ആധിപത്യം, അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും ബോഡി ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്ത് ഈ കരിസ്മാറ്റിക് 5 പില്ലർ ഫ്രെയിംവർക്കിൻ്റെ കൂടെ തന്നെ മെൻ്റലിസത്തിൽ ഇതുവരെ അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് പൊടിക്കൈകൾ വിത്ത് ഹിപ്നോട്ടിസം നിങ്ങൾക്ക് ഈ കോഴ്സിനകത്ത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ആഡിൽ പറഞ്ഞ പോലെ തന്നെയാണ്, മറ്റൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനും, മറ്റുള്ളൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കാനും, ചുറ്റുമുള്ളവരുടെ ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഒരു സൂപ്പർ പവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഈ കോഴ്സിനെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളും വെന്യൂസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും.